ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ രവി. എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് ഡിയോഡാപ്പിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. സോ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു, ആ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ പെട്ടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന്. എന്തൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് വന്നിട്ട് ഏകദേശം ഒരു 2 വീക്സിൻ്റെ മേലെയായി. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഇത് അൺബോക്സ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തുറക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ബിക്കോസ് എന്താണ് ഇത്രയും വലിയ പെട്ടി, ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്ന സംഭവം ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇനി നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്ത് ഓരോന്നായിട്ട് നോക്കാം. പിന്നെ അതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. ഞാനൊന്ന് പ്രൊഡക്ട്സ് മേടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാമെന്ന് വെച്ചിട്ടായിരുന്നു. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിരുന്നു, ഓരോരുത്തർ മേടിച്ച അഭിപ്രായം പറയുന്നത്. അപ്പോൾ അതിലൊക്കെ നെഗറ്റീവ് കമൻറ്റ്സും കുറേ കണ്ടിരുന്നു. എന്ത് പ്രൊഡക്റ്റ് കൊള്ളില്ല, ക്വാളിറ്റി ഇല്ല, പിന്നെ എന്താ ഷിപ്പിംഗ് ചാർജ് കൂടുതലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കും നോക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരു 6 പ്രൊഡക്ട്സ് എങ്ങാനുമാണ് ഇതിൽ മേടിച്ചിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ എനിക്ക് വന്നിട്ടുള്ളത് 295 രൂപയാണ്. 295 രൂപ. അതിൽ തന്നെ ഷിപ്പിംഗ് ചാർജും ടാക്സും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കിനി ഇതിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം കേട്ടോ, ഓരോന്നായിട്ട് നോക്കാം. സോ ഞാനത് ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കൊരു നമ്മുടെ ബില്ലുണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു സംഭവമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് വണ്ടറടിച്ച് നോക്കുന്നത്. അപ്പോൾ ആ ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണോ മേടിച്ചിട്ടുള്ളത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 6 പ്രൊഡക്ട്സാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു പേപ്പർ സ്ലിപ്പ് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ ഞാനിവിടെ ജസ്റ്റ് കമ്പയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിയോഡ് ആപ്പും അതുപോലെ തന്നെ മീഷോ ആപ്പും വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അതിൻ്റെ റീസണും കൂടി ഉണ്ട്. മീഷോ ആണല്ലോ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് സാധനം മേടിക്കുന്നത്. അപ്പോൾ അതിലും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു ആപ്പ് എന്ന രീതിയിലാണ് ഞാൻ മീഷോനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ പറയുകയാണെങ്കിൽ മീഷോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറയുകയാണെങ്കിൽ മീഷോ എന്ന് പറയുമ്പോൾ അവൈലബിലിറ്റി കൂടുതലാണ്. നമുക്ക് എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും. പക്ഷേ ഇവിടെ അവൈലബിലിറ്റി കുറവാണ്. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത പ്രോഡക്റ്റ്സ് ആദ്യം എടുത്തത് ഒരു ഹോട്ട് വാട്ടർ ബാഗാണ്. പിന്നെ ഒരു സ്ക്രൂ വാൾ ഹുക്ക് ഉണ്ട്, പിന്നെ ഒരു ഐസ് റോളർ ഉണ്ട്, പിന്നെ ഒരു സീലർ ഉണ്ട്, പിന്നെ ഒരു ഓയിൽ ഡിസ്പെൻസർ ഉണ്ട്, പിന്നെ ഒരു മേക്കപ്പ് കൾട്ടറി ബോക്സും ഉണ്ട്. അപ്പോൾ ഈ 6 സാധനങ്ങളാണ്. ഇതിൽ ഞാൻ ഓരോന്ന് പറയുന്നത് നോക്കാം. ഞാൻ അതിൻ്റെ സൈഡിൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിയോഡ് ആപ്പിൻ്റെയും കൊടുത്തിട്ടുണ്ട്, മീഷോയിലും അതേ സെയിം സാധനത്തിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ഹോട്ട് വാട്ടർ ബാഗാണ്. അത് സംഭവം ഒരു മിനിയേച്ചർ ഫോമാണ്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കുഞ്ഞതാണ് വന്നിട്ടുള്ളത്. എങ്കിലും കുഴപ്പമില്ല, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒരു പിങ്ക് കളറാണ് കേട്ടോ. ആ കളറും അതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ സുഖമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഹോട്ട് വാട്ടറൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ മേടിച്ചപ്പോൾ 17 രൂപയാണ്, ഇപ്പോൾ അത് 19 രൂപയായിട്ടുണ്ട്. മീഷോയിൽ 84 രൂപയാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് സാധനം വന്നിട്ട് ഇതേപോലത്തെ ഒരു ഹുക്കാണ്. നമ്മൾ വാളിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ, ഫോട്ടോ ഫ്രെയിംസൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതിന് പറയണത് ഞാൻ മേടിക്കുമ്പോൾ ഒരെണ്ണത്തിന് 4 രൂപയായിരുന്നു. അങ്ങനെ 5 എണ്ണമാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അതിന് മൊത്തം 20 രൂപയാണ് ആയത്. ഇതേ സംഭവം മീഷോയിൽ നോക്കുമ്പോൾ നമുക്കൊരു പാക്കായിട്ടാണ് വരുന്നത്. അതിൽ 10 എണ്ണത്തിന് 80-88 ആ റേഞ്ചാണ് മീഷോയിൽ വരുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ മുന്നേ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതാണ് എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റ്. തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതുപോലൊരു ഐസ് റോളറാണ്. നമ്മുടെ ഫേസൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യില്ല നമ്മൾ, എന്താ പറയുക, വെള്ളം ഒഴിച്ച് വെച്ചിട്ടത് കട്ടയാക്കി എടുത്തിട്ട് ഇങ്ങനെ ഫേസിൽ വെച്ച് ഇങ്ങനെ റോൾ ചെയ്യില്ല, ആ സംഭവമാണ്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കളറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുമെന്ന് അറിയില്ല, ഒരു പിങ്ക് കളറാണ്. സൈഡിൽ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മേടിക്കുമ്പോൾ അതിന് 18 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിന് 15 കാണിക്കുന്നത്. പക്ഷേ ഇതേ സാധനം മീഷോയിൽ 78 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടും കൊടുക്കുന്നുണ്ട്. ഈ സൈഡിൽ ചെറുതായിട്ടൊരു പൊട്ടും അതിനൊന്നും കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഫോർത്ത് സാധനം വന്നിട്ട് ഒരു മിനി സീലറാണ്. അതായത് നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള സംഭവങ്ങൾ, അങ്ങനെ കവർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിനി സീലറാണ്. അത് കാണാൻ നല്ല ക്യൂട്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടണ്ട് ചെയ്തിട്ട്. ഇത് ഞാൻ മേടിക്കുമ്പോൾ 48 രൂപയായിരുന്നു ഡിയോഡ് ആപ്പിൽ. അതിപ്പോൾ 52 കാണിക്കുന്നത് കേട്ടോ. മീഷോയിൽ ഞാൻ ഇതുപോലത്തെ സീലർ നോക്കിയപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടിയത് 166 രൂപേൻ്റെ സാധനമാണ്. ഈ ബാറ്ററി അതിലുള്ളതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ആക്കി ഇടാം. അപ്പോൾ അതാണ് ഫോർത്ത് പ്രൊഡക്റ്റ് വന്നിട്ട്. അടുത്തത് വന്നിട്ട് 5ാമത്തെ സാധനം ഇതുപോലൊരു ഓയിൽ ഡിസ്പെൻസറാണ്. അത് ഡിയോഡ് ആപ്പിൻ്റെ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്, മീഷോയിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ മേടിക്കുമ്പോൾ അതിന് 45 രൂപയായിരുന്നു കേട്ടോ. മീഷോയിൽ അതേ സാധനം, ഇതേ സെയിം സാധനത്തിന് 88 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചീപ്പ് ക്വാളിറ്റി ആയിരിക്കുന്നു, പക്ഷേ
ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം പ്ലാസ്റ്റിക് ബോട്ടിലാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പെട്ടെന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നല്ല ഹാർഡാണ്. അങ്ങനെ നമുക്കിങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കിച്ചണിലേക്ക് നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മേടിക്കുമ്പോൾ 45 രൂപയായിരുന്നു. മീഷോയിൽ ഇതേ സെയിം സാധനത്തിന് 88 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിത് ക്വാളിറ്റി വൈസും ഓക്കെ ആയിരുന്നു, അല്ലാതെ പാക്കേജിങ്ങും ഒക്കെ ഓക്കെ ആയിരുന്നു. പ്ലാസ്റ്റിക്കാണ് സംഭവം. പിന്നെ അതിലിങ്ങനെ കുറേ ലാബലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1 ലിറ്ററിൻ്റെ ഓയിൽ ഡിസ്പെൻസറാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ഇതൊരു മേക്കപ്പ് കൾട്ടറി ബോക്സാണ്. ഞാനിത് മേടിക്കുമ്പോൾ 61 രൂപയായിരുന്നു കേട്ടോ ഡിയോഡാപ്പിൽ. ഇതേ സെയിം സാധനം ഞാൻ മീഷോയിൽ നോക്കിയപ്പോൾ 162 രൂപയായിരുന്നു. മുമ്പ് ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിലിട്ട സാധനമായിരുന്നു. അത്രയും റേറ്റ് ആയതുകൊണ്ട് മേടിക്കാണ്ട് വെച്ചതായിരുന്നു. ഡിയോഡാപ്പിൽ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മേടിച്ചു. പിന്നെ എല്ലാ പ്രോഡക്റ്റ്സിനും ആ പ്രൈസിന് അത് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയൽ ആയിക്കോട്ടെ എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. കളർ കോമ്പിനേഷനും എല്ലാം നല്ല ക്യൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ മേടിച്ച 6 സാധനത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആ പ്രൈസിന് ഇത് ഓക്കെ ആണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത്രയും ഐറ്റംസ് ഈ സെയിം 6 ഐറ്റംസ് നമ്മൾ മീഷോയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 600 സംതിങ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ ഇതും ഏകദേശം ഒരു 1 വീക്കിന് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, നമുക്ക് സാധനം കിട്ടാൻ. അതല്ലാണ്ട് പ്രൊഡക്റ്റ് വൈസ് ഒക്കെ ഓക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.